ഇൽമു നോക്കാനും മുതഅല്ലിമീങ്ങൾ പലപ്പോഴും തയ്യാറാകുന്നില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ സങ്കടം പറയാണ്, പഠിക്കുന്ന കാലത്ത് നന്നായിട്ട് കിതാബും മുതാല ചെയ്യുകയും നോക്കുകയും ചെയ്ത ചില കുട്ടികൾ അവര് ബിരുദമെടുത്ത് വന്നാൽ അവരതേപോലെ തന്നെ ഇനിയും മരിക്കുന്നവരെ കിതാബ് നോക്കും എന്ന ഉദ്ദേശത്തോടുകൂടി കുത്തുബ്ഖാനെ തന്നെ അവർക്ക് സേവനം കൊടുത്താലും ബിരുദെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ടില്ല എന്നുള്ളൊരു ധാരണയാണ്. ബിരുദെടുത്തോടും എല്ലാം പൂർത്തിയാകുന്ന ഒരു ധാരണയാണ് ഇപ്പോ എല്ലാവർക്കും എന്നല്ല ഞാൻ പറയുന്നത്. ഇൽമു നശിക്കാൻ വേറെ എന്തെങ്കിലും വേണോ? അതുകൊണ്ട് ഉഖറവിയായ പണ്ഡിതന്മാരുടെ ഈ സ്വഭാവം, ഇൽമു പഠിക്കാൻ വേണ്ടി എത്രയും കഠിനാധ്വാനം ചെയ്യുക, അതോടുകൂടെ എപ്പോഴും കിതാബുമായി ബന്ധപ്പെടുക. അത് മുതഅല്ലിമീങ്ങളെ നിങ്ങളെ ജീവിതത്തിൽ പകർത്തണേ. ഉസ്താദ് അവരുടെ അനുസ്മരണ പരിപാടി അത് ഖിയാമത്ത് നാൾ വരെ ഇൽമു നിലനിൽക്കാൻ വേണ്ടി ഉള്ളതാണ്, അല്ലാതെ നമുക്ക് പൊങ്ങച്ചം പറയാനുള്ളതല്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം മുതഅല്ലിമീങ്ങളോട് ഞാൻ പ്രത്യേകമായി വസിയ്യത്തായി പറയുന്നു. മറ്റൊരു കാര്യം ഇതിൽ പറഞ്ഞത് എന്താണ്? ഉസ്താദ് അവരുടെ സംബന്ധിച്ച് അതിന്റെ നേരെ മേലത്തെ വാചകത്തിൽ പറഞ്ഞത് എന്താണ്? മുഫ്രിന്നി അംഫാസിഹി ഫിദ്ദിക്രി വൽ വഅദി തദ്രീസി കുതുബിൻ ഉലു കുതുബി ഉലു മിൻ കുല്ല അഹ്യാനാ. ഉസ്താദ് അവர்கள் അവിടുത്തെ ഓരോ ശ്വാസവും ഓരോ സെക്കൻഡുകളും അത് മഹാനവറുകൾ ചെലവഴിച്ചത്, അത് തീർത്തു കളഞ്ഞത് ദിക്റിലാണ്. വൽ വഅദി ജനങ്ങൾക്ക് ഖൈറായ ഉപദേശം നൽകുന്നതിലാണ്. ഫീ തദ്രീസി കുതുബി ഉലു മിൻ കുല്ല അഹ്യാനാ ഇൽമിന്റെ കിതാബുകൾ ദർസ് നടത്തുന്നതിലാണ്. ഞാൻ ഇന്നലെ ഏകദേശം 4 മണിക്കാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് കുറെ പരിപാടികൾ കഴിഞ്ഞ് കുറ്റ്യാടിയിലെത്തിയത്. വന്നൊരൽപ്പം കടന്നു സുബഹിയായി. സുബഹി നിസ്കരിച്ച ഉടനെ ഇങ്ങോട്ട് പുറപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഫത്ഹുൽ മുഈൻ തുടങ്ങി കൊടുക്കേണ്ട കുട്ടികൾ, അൽഫിയ തുടങ്ങി കൊടുക്കേണ്ട കുട്ടികൾ വന്നു. ഞാൻ അവർക്ക് ഫത്ഹുൽ മുഈനിന്റെ ഒരു തുടക്കം മാത്രം ഓതിക്കൊടുത്തു. അൽഫിയുടെ തുടക്കത്തിലെ 1 ബൈത്തും ഓതിക്കൊടുത്തു, 2 ബൈത്തും ഓതിക്കൊടുത്തു. ഞാൻ ആ സമയത്ത് എന്റെ കുട്ടികളോട് പറഞ്ഞു, ഇതാ ആദ്യം തന്നെ അൽഹംദുലില്ലാഹിൽ ഫത്താഹിൽ ജവാദിൽ മുഈനി അല തഫഖുഹി ഫിദ്ദീൻ മൻ ഇഖ്താറഹു മിനൽ ഇബാദ്. ഫത്ഹുൽ മുഈനിന്റെ തുടക്കം അവിടെ ഫത്താഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ലഫ്ദ് പറഞ്ഞു തരണം നാളെ. അതേ അൽ മുഈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ലഫ്ദ് പറഞ്ഞു തരണം നാളെ. അതുപോലെ ജവാദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ലഫ്ദ് പറഞ്ഞു തരണം നാളെ. അതേ അല തഫഖുഹ് എന്ന് പറഞ്ഞു, തഫഖുഹ് എന്ന ലഫ്ദ് എന്താണെന്ന് നാളെ പറഞ്ഞു തരണം. ഇങ്ങനെ ഓരോന്നും ഞാൻ പറഞ്ഞു. കാരണം ഇപ്പൊ പലപ്പോഴും മുതഅല്ലിമീങ്ങൾ സർഫ് പഠിക്കുന്നില്ല, അതുപോലെ നഹ്വ് പഠിക്കുന്നില്ല. പഠിച്ചു എന്ന നിലയ്ക്ക് ബിരുദമെടുത്തിറങ്ങുന്നുണ്ട്. അതേ പിന്നീട് പലപ്പോഴും നഫ്ഇന് പകരം ദറർ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൽമിൽ ജോലിയാകണം. അതോടുകൂടെ തന്നെ ഇൽമു പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അവർ ഈ സ്വഭാവമുള്ളവരാകണം. അവർ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയുന്ന ആലിമായി പോകരുത്. മറിച്ച് മുഫ്രിൻ ലി അൻഫാസിഹി ഫിദ്ദിക്രി വൽ വഅദി ഫി തദ്രീസി കുതുബി ഉലു മിൻ കുല്ല അഹ്യാനാ. ഏത് സമയത്തും അല്ലാഹുവിന്റെ ദിക്റും ജനങ്ങൾക്ക് ആവശ്യമുള്ള ഉപദേശങ്ങളും അതുപോലെ ഇൽമിന്റെ കിതാബ് കൂടുതൽ കൂടുതൽ ദർസ് നടത്തണമെന്ന ചിന്തയും ഇത് നമുക്കുണ്ടായിരിക്കണം. ഇന്നലെ കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ കീഴിലുള്ള 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. അവിടെയെല്ലാം ഒരുപാട് മുഅല്ലിമീങ്ങൾ അവിടെ മദ്രസ പഠിപ്പിക്കുന്നുണ്ട്. ആ മുഅല്ലിമീങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി ഒരു ചെറിയ നസീഹത്ത് നടത്തി. ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, ഒരു ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ടീച്ചർ ഒരു പീരീഡ് ഒഴിവുണ്ടെങ്കിൽ ആ സമയത്ത് എങ്ങനെയെങ്കിലും ആ പീരീഡ് വാങ്ങി അവിടെ നിന്ന് എനിക്ക് ആ കുട്ടികൾക്ക് ഇൽമു ക്ലാസ് എടുക്കണമെന്ന ചിന്ത മുഅല്ലിമീങ്ങൾക്കുണ്ടാകണം.
എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ പോലും ക്ലാസ് കട്ട് ചെയ്തിട്ട് മൗലിദിന് പോകാൻ പാടില്ല. അത് അല്ലാഹുവിന്റെ റസൂല് പൊരുത്തപ്പെടൂല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വത്ത് ഇൽമാണ്. ആ ഇൽമ് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് മദ്രസയിൽ സമയം കിട്ടുന്നത് വളരെ കുറഞ്ഞ സമയമാണ്. ആ സമയത്ത് അതും അതാ മറ്റു വിഷയങ്ങളിലേക്ക് കടന്നാൽ പിന്നെ ഈ കുട്ടികൾക്ക് ഇൽമെപ്പോഴാണ് പഠിക്കാൻ കഴിയുക? അതുകൊണ്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മുഅല്ലിമീങ്ങളാകുമ്പോൾ മറ്റ് മദ്രസകൾ പോലെ അവർക്ക് സമയം കിട്ടൂല. അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മുഅല്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ കിട്ടുന്ന സമയം ഇൽമു പഠിപ്പിക്കണം, ഇംഗ്ലീഷ് പഠിപ്പിക്കണമെന്ന ചിന്ത രക്ഷിതാക്കൾക്കുണ്ട്, സമൂഹത്തിനുണ്ട്, മാനേജ്മെന്റിനുണ്ട്. പക്ഷെ ഇൽമു പഠിക്കണമെന്ന ചിന്ത വന്നു കിട്ടാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ റബീഉൽ അവ്വൽ മൗലിദ് ഓതുന്നുവെങ്കിൽ അത് ഈ സ്കൂൾ സമയത്തല്ലാത്ത സമയത്താക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഞാൻ മുഅല്ലിമീങ്ങളോട് സാന്ദർഭികമായി പറയുകയുണ്ടായി. എന്തേ കാരണം? ചില ദർസുകളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ അനുഭവം പറയുകയാണ്. ദർസിൽ മുതഅല്ലിമീങ്ങൾ വന്ന് ചേരുന്നു. ആ മുതഅല്ലിമീങ്ങൾ വന്ന് ചേർന്നിട്ട് ഉസ്താദിന് ഒരു ചിന്തയും ഇല്ല. പിന്നെയോ കുട്ടികൾക്ക് ഇൽമു കിട്ടണമെന്നില്ല. ഉസ്താദ് ബുധനാഴ്ച നാട്ടിൽ പോകുന്നു, അതാ ഞായറാഴ്ച നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നു. അതുവരെ കുട്ടികൾ കുളത്തുനിന്ന് കളിക്കുന്നു, അതുപോലെ തന്നെ സമയം നഷ്ടപ്പെടുത്തുന്നു. കമ്മിറ്റിക്കാർക്ക് ദർശനമെടുക്കുന്നു, ജനങ്ങൾക്ക് ദർശനമെടുക്കുന്നു. ഈ രൂപത്തിലായതിനാൽ ഇൽമ് അതാ അതപ്പതിച്ച് പോകുന്നു. ഇൽമില്ലാത്തവര് ദീന് പറഞ്ഞിട്ട് ഫസാദും ഫിത്നയും വർദ്ധിക്കുന്നു. അതുകൊണ്ട് മുഅല്ലിമീങ്ങളും ഉസ്താദുമാരും ഈ പറഞ്ഞ ആലമ്പാടി ഉസ്താദിന്റെ ആ സ്വഭാവം ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. ഇനിയും പറയട്ടെ, ഉസ്താദ് അവരുകളെ പറ്റി ഇതിൽ പറഞ്ഞ മറ്റൊരു വാചകം, ലിദ്ദീനി സൈഫുൽ ലിൽ ബിദഇ ഖാമിഉഹും വനസിഹുൽ ലിജമീൽ ഖൽഖി ഈമാനാ. ഒരു വരിയാണത്. വേറൊരു വരി ഇതിൽ പറയുന്നത് എന്താണ്? ലഹു യദുൻ തൂല ഫീ കുല്ലിൽ ഫുനൂനി വഫീ തസവ്വുഫിൻ കാന വസ്സലിയ മൻ ജാന. മഹാനവറുകൾക്ക് ആത്മീയ ജ്ഞാനത്തിൽ അഗാധ പാണ്ഡിത്യമായിരുന്നു. ഇമാം ഖസാലി റളിയല്ലാഹു അൻഹുവിന്റെ വഴി തുടരുകയായിരുന്നു എന്ന് മാത്രമല്ല, അതിൽ ശേഷം വീണ്ടും പറയുന്നു, للرب رجعانا معاق عن درسه وعظ ولا علل ولا تدابيره للخلق إحسانا. കുട്ടിക്കാലത്തെ ദർസ് തുടങ്ങിയിട്ടുണ്ട്. ആ ദർസാണ് മഹാനവറുകളെ അലങ്കരിച്ചത്. എന്നാൽ എത്ര വാത് പറയുന്നുണ്ടെങ്കിലും, എന്ത് പണിയുണ്ടെങ്കിലും, എന്ത് കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ടെങ്കിലും, എന്തുത്തരവാദിത്വമുണ്ടെങ്കിലും അവിടുത്തെ ദർസ് മുടങ്ങിയിട്ടില്ല, ക്ലാസ് മുടങ്ങിയിട്ടില്ല. കം ഖുത്ബതൻ നസ്ഹറൽ ഉള്ളാറ ഇന്നഹുമോ യർജൂന ദൗമ ളലാമിൽ ലൈലി അസ്മാന. രാത്രിയിൽ ഉറക്കമൊഴിച്ച് അവിടുത്തെ വേളങ്ങ് തുടങ്ങിയാൽ കേൾക്കുന്നവർക്ക് സമയം പോകുന്നത് അറിയാറില്ല. പക്ഷേ ഏത് വേദ പറയുമ്പോഴും, ഏത് കാര്യം കൈകാര്യം ചെയ്യുമ്പോഴും പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ടല്ലാതെ ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപം അവിടുന്ന് ഒരല്പവും വില വെച്ചിട്ടില്ല. ഇതൊക്കെയും ഒരു ഖുറവിയ ആലിമിനുണ്ടാകേണ്ട ഏറ്റവും വലിയ വിശേഷണങ്ങളാണ്.